പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ ആരാധിക്കാൻ ഈ സായാഹ്നത്തിൽ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ദിവ്യകാരുണ്യ ആരാധന വച്ചിരിക്കുന്ന CRC ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ ചാപ്പലിലെ ആരാധന അൾത്താരയിലേക്ക് ശ്രദ്ധിക്കുന്ന എല്ലാവരെയും യേശുനാമത്തിൽ വന്ദനം ചെയ്യുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയാം. ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരങ്ങളുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾക്ക് തമ്പുരാൻ തന്ന നന്മകൾക്ക് നന്ദി പറയുമ്പോൾ നമുക്ക് അവിടുത്തെ പദ്ധതികളെ ഓർത്ത് നന്ദി പറയാം. ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ജെറമിയ 29:11 പറയുന്നുണ്ട്, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിൻ്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഓർത്ത് നന്ദി പറയാം. ഈ സായാഹ്നത്തിൽ നാളെ പ്രഭാത ബലിയിൽ വായിക്കേണ്ട വചനം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന 18-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ പൗലോസ് അപ്പസ്തോലനെ പ്രത്യേകമായി അനുഗ്രഹിക്കുന്ന ഈശോയെ നമുക്ക് കാണാം. പൗലോസ് അപ്പസ്തോലൻ്റെ ആ ദൈവവചന പ്രഘോഷണ വഴിയിലാണ്. ആ പ്രഘോഷണ വഴിയിലായിരിക്കുമ്പോൾ ഒത്തിരി തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒത്തിരി സങ്കടങ്ങളിലൂടെയുമൊക്കെ പൗലോസ് ലീഹ കടന്നു പോകുന്നു. 18-ാം അധ്യായത്തിൻ്റെ തന്നെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്ന ഇതാണ്, യഹൂദന്മാരുടെ ഇടയിൽ അദ്ദേഹം വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരായിട്ടുള്ള ആളുകൾ തന്നെ അവനെ ദൂഷണം പറയുന്നു, അവനെതിരെ ദൂഷണം പറയുന്നു, അവനെ കളിയാക്കുന്നു, അവനെക്കുറിച്ച് കുറ്റം പറയുന്നു. അങ്ങനെ സ്വന്തം സഹോദരാൽ തന്നെ പരിത്യക്തമാക്കപ്പെടുന്ന ഒരു അനുഭവത്തിലൂടെ പൗലോസ് ലീഹ കടന്നു പോവുകയാണ്. പിന്നെ അവിടെ നിന്ന് ആ സ്ഥലം വിട്ട് അവിടെ തൻ്റെ ഉടുപ്പ് കുടഞ്ഞു കളഞ്ഞിട്ട് മറ്റൊരു ദേശത്തേക്ക് കൊറിന്തോസിലേക്ക് പോയി എന്നാണ് പറയുന്നത്. കൊറിന്തോസിലേക്ക് ചെന്നപ്പോഴും ഒരുപക്ഷെ അവിടെ വലിയ ശുശ്രൂഷകൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ പഴയ സങ്കടാവസ്ഥകൾ വിട്ടുപോയിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ആത്മീയ അനുഭവത്തിലൂടെ പ്രത്യേകിച്ച് ബാഹ്യമായ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ അത് ആത്മീയതയെ ബാധിക്കാറുണ്ട്. അപ്പം അങ്ങനെ പ്രാർത്ഥനാ ജീവിതത്തെയും ശുശ്രൂഷാ ജീവിതത്തെയും അത് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു രാത്രിയിൽ ഈശോ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയാണ്. ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ ദർശനത്തിലൂടെ അവനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക, എന്തെന്നാൽ ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ആരും നിന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല. ഈ നഗരത്തിൽ എനിക്ക് വളരെയധികം ആളുകളുണ്ട്. പൗലോസ് അവരുടെ ഇടയിൽ ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് അവിടെ 1 വർഷവും 6 മാസവും താമസിച്ചു. 1.5 വർഷം അവിടെ താമസിച്ചു. കൊറിന്തോസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ഈശോയോടൊപ്പം വലിയ സന്തോഷത്തിൻ്റെ നാളുകൾ പൗലോസ് അപ്പസ്തോലൻ പങ്കിടുന്നതായിട്ട് നമ്മൾ കാണുന്നു. മാത്രമല്ല തുടർന്ന് വരുന്ന വായനയിൽ യഹൂദന്മാർ പൗലോസ് ലീഹയ്ക്കെതിരായിട്ടുള്ള പരാതിയുമായി ആ നാട്ടിലെ അധികാരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്, റോമിലെ അധികാരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അവരുടെ പരാതികളെല്ലാം നിഷ്കരണം തള്ളിക്കളയുകയാണ്. അപ്പോൾ പൗലോസിനെ ആ ലോകത്തിൻ്റേതായ വഴികളിൽ തന്നെയും ലോകത്തിൻ്റേതായ അധികാരികളിലൂടെ തന്നെയും ദൈവം കംഫർട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ബാഹ്യമായ നന്മകൾ കൊണ്ടും അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു. ബാഹ്യമായ സപ്പോർട്ട് ലഭിക്കും വിധത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. മാത്രമല്ല ഒത്തിരിയേറെ ശുശ്രൂഷ കൊറിന്തോസിൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നതായിട്ടും നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളുടെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ ജീവിതമല്ല നമ്മുടേത്. സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഇടകലർന്നുള്ള ജീവിതമാണ്. കുരിശുകൾ മാത്രമല്ല നമുക്കുണ്ടാവുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ നിറവും ആനന്ദവും ഉയർപ്പിൻ്റെ ജീവിതവും നമുക്കുണ്ട്. അതാണ് ഇന്നത്തെ വായനയിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഏറെ സങ്കടങ്ങളുണ്ടാകുമ്പോൾ നമ്മളെ കംഫർട്ട് ചെയ്യുന്നവനാണ് ദൈവം, നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ് ദൈവം. നമ്മളെ സങ്കടക്കടലിൽ തള്ളിയിടുന്നവനല്ല, നമ്മളുടെ ദുഃഖത്തിൻ്റെ കണ്ണുനീരിൻ്റെ ആ കുപ്പിയിൽ നമ്മളെ അടച്ചു വയ്ക്കുന്നവനല്ല ദൈവം. മറിച്ച് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മളെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കംഫർട്ട് ചെയ്യും, നമ്മുടെ കരം പിടിക്കുന്ന, നമ്മുടെ കൂടെ നടക്കുന്നവനാണ് ദൈവം. നമ്മൾ കരയുമ്പോൾ കൂടെ കരയുന്നവനാണ് നമ്മളുടെ ദൈവം, നമ്മളെ ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മളുടെ ദൈവം. ആ ഒരു സന്ദേശമാണ് ഇന്നത്തെ
ഈ വചനഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ്റെ വളരെ തിരിച്ചടികളുള്ള ആ ജീവിത വചനപ്രസംഗ ആ ഒരു യാത്രയിൽ അദ്ദേഹത്തിന് ഏറെ സന്തോഷം കൊടുക്കുന്ന വളരെ ഫലദായകമായ ഒരു ശുശ്രൂഷ നാളുകളിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ച് ഏതാണ്ട് 1.5 വർഷക്കാലം നീളുന്ന അതിശക്തമായ ശുശ്രൂഷയുടെ ദിവസങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസിനെക്കുറിച്ച് എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു പറയുകയാണ് അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളുടെ പുസ്തകം. അപ്പോൾ ഇതുപോലുള്ള അനുഭവം നമ്മളുടെ ജീവിതത്തിൽ ലഭിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടം വളരെ ശാന്തതയുടെയും നന്മയുടെയും കാലഘട്ടമായിരിക്കും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ. വലിയ സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്നു, നമുക്ക് മക്കളുടെ പഠനം നന്നായിട്ട് വരുന്നു, അതുപോലെ തന്നെ കുടുംബജീവിതം ദാമ്പത്യ ജീവിതമൊക്കെ ഫലപുഷ്ടമായി മുന്നോട്ട് പോകുന്നു. കുടുംബത്തിൽ, ഭവനത്തിൽ, വ്യക്തി ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതെല്ലാം ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ്. ഇതിലൊന്നും മതിമറന്നു പോകാതെ ഇതെല്ലാം ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ്. കുരിശുകൾക്കിടയിൽ നമ്മളെ സാന്ത്വനിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വിരൽ സ്പർശമാണ് ഇത്. ഈ അനുഭവങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ ദൈവത്തിന് എപ്പോഴും നന്ദി പറയാൻ, ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൂടെ തമ്പുരാന് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്താം. നമ്മളുടെ കൈവെള്ളകൾ സ്വർഗത്തിലേക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു. ഹാലലിയ ആളിലിയ 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 ആളിലിയ. ഓ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണല്ലോ, അങ്ങ് ഞങ്ങളെ കംഫർട്ട് ചെയ്യുന്ന ദൈവമാണല്ലോ, അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ദൈവമാണല്ലോ, അങ്ങ് ഞങ്ങളുടെ കരം പിടിക്കുന്ന ദൈവമാണല്ലോ, അങ്ങ് ഞങ്ങളുടെ കൂടെ നടക്കുന്നവനാണല്ലോ. ഈശോയെ ഞാനങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്ക് നന്ദി പറയുന്നു. ഇമ്മാനുവേലായ ദൈവമേ, ദൈവം നമ്മോടുകൂടെ, ഇമ്മാനുവേലായ വചനമേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്ക് നന്ദി പറയും. പുത്രനായ ദൈവമേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്ക് നന്ദി പറയും. ഞങ്ങളുടെ വേദനകളിലേക്ക്, സങ്കടങ്ങളിലേക്ക് ഇറങ്ങി വന്ന പുത്രനായ ദൈവമേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്ക് നന്ദി പറയുന്നു. ഈശോയെ, എൻ്റെ ഈ ജീവിതാവസ്ഥയിൽ എൻ്റെ കൂടെ നടക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞാൻ അങ്ങയെ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ മാപ്പി ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ, അങ്ങ് എൻ്റെ കരം പിടിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ഈശോയെ നന്ദി. ആളിലി 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 ആളിലി. അങ്ങയുടെ കരം പിടിച്ചുകൊണ്ട് സമൃദ്ധിയിൽ സന്തോഷത്തിൽ മുന്നോട്ട് പോകുവാൻ, കരയുന്ന നാളുകളിലും നിന്ന് ആ കണ്ണുനീരിൻ്റെ കയങ്ങളിൽ നിന്ന് കരയ്ക്ക് കയറുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണം. അങ്ങാകുന്ന യേശുനാമത്തിൻ്റെ ശക്തിയിലേക്ക് കയറി വരുവാനായിട്ട് ഈശോയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി. ആളിലി 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 ആളിലി. നമുക്ക് നമ്മളെല്ലാ നിയോഗങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തിന് വേണ്ടി, നമ്മുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടിയുള്ള എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മുടെ മാർപ്പാപ്പയെ, ലയോ 14-ാമൻ മാർപ്പാപ്പയെ പ്രത്യേകമായി പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നല്ല കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ശുദ്ധി നമുക്ക് ലഭിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. വിജാതീയരായിട്ടുള്ള മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങളിലുള്ള മക്കളുണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മളെ ശുദ്ധീകരിക്കാൻ, വിശുദ്ധീകരിക്കാം, നിർമ്മലതയുടെ പൂർണ്ണതയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കാം. അതെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മളെല്ലാ കാര്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയുടെ അനുഗ്രഹം സ്വീകരിക്കാം. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ. നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇന്നേ ദിവസത്തിലെ ആരാധനയിൽ മുഴുവനായി പങ്കെടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. ദൂരങ്ങളിലായിരുന്നെങ്കിലും ഈശോയെ കാണാനും അനുഭവിക്കാനും സാധിച്ചു. അതിന് നന്ദി പറഞ്ഞുകൊണ്ടും നാളെ വരെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, ഈശോയുടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.
കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.